നമസ്കാരം, ഞാൻ രാജ്. ഇദ്ദേഹമാണ് മിസ്റ്റർ ജോ. 20 വയസ്സുള്ള എനർജറ്റിക്കായ ഒരു ഗ്രാജുവേറ്റാണ് ജോ. അച്ഛനും അമ്മയും ചേച്ചിയും അടങ്ങുന്ന ഒരു കുടുംബത്തിലെ അംഗമാണ് ഇദ്ദേഹം. തൻ്റെ ജീവിതത്തിൽ ഹെൽത്ത്, വെൽത്ത് ആൻഡ് ടൈം എന്നിവ നേടിയിരിക്കണമെന്നതാണ് ജോയുടെ സ്വപ്നം. ഇവ മൂന്നും നേടിയിരിക്കണമെന്ന് ജോ തീരുമാനിക്കാൻ ചില കാരണങ്ങളുണ്ട്. ഒരു ദിവസം ജോ തൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, എൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുന്നു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അമ്മ മറുപടി പറഞ്ഞു, മകനെ, ഞാനൊരു സർക്കാർ ജീവനക്കാരിയാണ് എന്ന് നിനക്കറിയാമല്ലോ. ഇത്രയും നാളത്തെ സർവീസിനാൽ എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് നിൻ്റെ ചേച്ചിയെ കെട്ടിച്ചുവിടാനുള്ള ഏതാനും തുക മാത്രമാണ്. ഏതൊരു ജോലിക്ക് പോയാലും അതിൽ നിന്നും കിട്ടാവുന്ന വരുമാനവും അവധികളും പരിമിതമാണ്. റിട്ടയർ ആവുമ്പോഴേക്കും ആരോഗ്യവും നശിച്ചിരിക്കും. ജോലിക്ക് പോവേണ്ടതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളുടെയും നിങ്ങളുടെയും പരിചരണത്തിനും ധാരാളം പരിമിതികളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ജോലിയാണ് ഏറ്റവും നല്ലത് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ആയതിനാൽ സ്വയം തൊഴിൽ ചെയ്യുന്ന നിൻ്റെ പിതാവിനോട് ചോദിക്കുക. അദ്ദേഹം നിനക്ക് വേണ്ടതായ മാർഗനിർദ്ദേശങ്ങൾ തരുമായിരിക്കും. അങ്ങനെ ജോ ഇതേ കാര്യം തൻ്റെ പിതാവുമായി സംസാരിക്കാൻ പിതാവിൻ്റെ സ്ഥാപനത്തിൽ പോയി. ജോയുടെ പിതാവ് നഗരത്തിൽ സ്വന്തമായി ഒരു മെഡിക്കൽ ഷോപ്പ് നടത്തുന്ന ഒരു വ്യാപാരിയാണ്. പിതാവിൻ്റെ സ്ഥാപനത്തിലെത്തിയ ജോ തൻ്റെ ഭാവിയെക്കുറിച്ച് പിതാവിനോട് ചോദിച്ചു. പിതാവ് പറഞ്ഞു, ഈ മെഡിക്കൽ ഷോപ്പും നിൻ്റെ അമ്മയുടെ ജോലിയും കൊണ്ടാണ് നിങ്ങളെ രണ്ടുപേരെയും ഞാൻ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും നമ്മുടെ 2 നില വീടും കാറുമെല്ലാം നേടിയത്. പക്ഷേ നിനക്കറിയാം, എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 9 വരെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. മാത്രമല്ല, അവധി ദിവസങ്ങളിൽ പോലും കടയടയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരെയും എനിക്ക് മിസ് ചെയ്യാറുണ്ട്. ആസ്വദിക്കാൻ സമയമേ കിട്ടാറില്ല. എൻ്റെ അപ്പനോടോ അമ്മയോടോ പോലും പൂർണ്ണമായി നീതി പുലർത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇത്രയെല്ലാം ബലിയർപ്പിച്ചിട്ടും എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് താരതമ്യേന വളരെ കുറവാണ്. ആയതിനാൽ നീ നിൻ്റെ അമ്മാവനെ പോയി കാണുക. അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണല്ലോ. അമ്മാവൻ നിനക്ക് വേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ജോ തൻ്റെ അമ്മാവനെ കാണാൻ ദൂരെയുള്ള നഗരത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. നഗരത്തിലെത്തിയ ജോ തൻ്റെ അമ്മാവൻ്റെ കമ്പനിയിലെത്തി. അമ്മാവൻ ജോയോട് വിശേഷങ്ങളെല്ലാം തിരക്കിയതിനു ശേഷം അമ്മാവൻ്റെ കമ്പനിയിലെ നിരവധി പേരെ പരിചയപ്പെടുത്തി. വൈകിട്ട് തൻ്റെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞ് അമ്മാവൻ ജോയെ പറഞ്ഞു വിട്ടു. അമ്മാവൻ ആവശ്യപ്പെട്ടതുപോലെ ജോ വൈകുന്നേരം അമ്മാവൻ്റെ വീട്ടിലെത്തി. അത്താഴം കഴിഞ്ഞതിന് ശേഷം അമ്മാവൻ ജോയെ തൻ്റെ അരികിലേക്ക് വിളിച്ച് ജോയോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകി. അമ്മാവൻ പറഞ്ഞു, ഒരു വ്യക്തിക്ക് സ്വന്തമായി ഒരു ബിസിനസ് ഉള്ളതാണ് ഒരു ബിസിനസ്സും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത്. പക്ഷേ തന്നെപ്പോലെ ബിസിനസ് ചെയ്യണമെങ്കിൽ അസാമാന്യമായ ക്ഷമയും പിടിച്ചു നിൽക്കാനുള്ള ധൈര്യവും വേണം. ബിസിനസ് തുടങ്ങുവാൻ ധാരാളം പണവും വേണം. അനുഭവ പരിചയവും നൈപുണ്യവും വേണം. തകർച്ച വന്നാൽ ബാക്കപ്പ് വേണം. കൂടാതെ ബിസിനസ്സിൻ്റെ വളർച്ചയും തളർച്ചയും രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെയും ആശ്രയിച്ചിരിക്കുന്നു. ഈ പറഞ്ഞതെല്ലാം നിനക്കുണ്ടെങ്കിൽ നീ ചെയ്യേണ്ടത് ബിസിനസ് തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മുടെ രാജ്യത്ത് മേൽപ്പറഞ്ഞവ ഒന്നുമില്ലാതെ തന്നെ ബിസിനസ് ചെയ്യാൻ അവസരമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് അമ്മാവൻ ആരെയോ ഫോൺ ചെയ്യുന്നത് കണ്ടു. അതിനുശേഷം അമ്മാവൻ ജോയോട് പറഞ്ഞു, നാളെ നീ ഞാൻ നിർദ്ദേശിക്കുന്ന ഒരു വ്യക്തിയെ പോയി കാണണം. അദ്ദേഹം ഒരു ബിസിനസ് കൺസൾട്ടൻ്റ് ആണ്. മിസ്റ്റർ ജോൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നിൻ്റെ നല്ലൊരു വഴികാട്ടിയായിരിക്കും. ഇത്രയും പറഞ്ഞ് അമ്മാവൻ തൻ്റെ റൂമിലേക്ക് ഉറങ്ങാൻ പോയി. അന്നേരം ജോ സമൂഹത്തിലെ വിവിധ തൊഴിൽ മേഖലകളെക്കുറിച്ച് ചിന്തിച്ചു. എല്ലാവരും തൻ്റെ മാതാപിതാക്കളെ പോലെ തന്നെ ബുദ്ധിമുട്ടുന്നവരാണ്. ആയതിനാൽ ജോ ഒരു ബിസിനസ് തന്നെ തുടങ്ങുവാൻ തീരുമാനിച്ചു. ജോൺ സാറിനെ കണ്ടതിന് ശേഷം ഒരു തീരുമാനം എടുക്കാം എന്നും കരുതി. അങ്ങനെ അമ്മാവൻ്റെ നിർദ്ദേശപ്രകാരം ജോ അടുത്ത ദിവസം തന്നെ മിസ്റ്റർ ജോണിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി. കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ മിസ്റ്റർ ജോൺ ഹെൽത്ത്, വെൽത്ത് ആൻഡ് ടൈം ഇവ മൂന്നും ഒരേ സമയം ലഭിക്കുന്ന ഒരു വ്യവസായത്തെ പരിചയപ്പെടുത്തി. ഡയറക്റ്റ് സെല്ലിംഗ് എന്നാണ് ആ വ്യവസായത്തിൻ്റെ പേര്. അതേസമയം ഡയറക്റ്റ് സെല്ലിംഗ് എന്ന പേരിൽ പല കമ്പനികളും നടത്തുന്ന തട്ടിപ്പുകളെ പറ്റിയും മിസ്റ്റർ ജോൺ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ട ജോ മിസ്റ്റർ ജോണിനോട് ചോദിച്ചു, 100% നിയമപരമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ പേര് പറയാമോ? മിസ്റ്റർ ജോൺ മറുപടി നൽകി. അത്തരത്തിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് IMC. ടെൻഷൻ ഫ്രീ ആയി ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു കമ്പനിയാണ് IMC. 2007 ഡോക്ടർ അശോക് ഭാട്ടിയ എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ മകൻ സത്യൻ ഭാട്ടിയായും ചേർന്നാണ് IMC രൂപീകരിച്ചത്. തദ്ദേശീയമായി ആയുർവേദ അടിസ്ഥാനത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുന്ന ഒരു കമ്പനിയാണ് IMC. 2007 തുടങ്ങി 2011 ആയപ്പോൾ കമ്പനിയുടെ വാർഷിക വിറ്റുവരവ് 4.19 കോടിയിലേക്ക് ഉയർന്നു.
അവിടെ നിന്നും 2018 410 കോടി രൂപയിലേക്ക് വിറ്റുവരവ് ഉയർത്താൻ കമ്പനിക്ക് കഴിഞ്ഞു. ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ ഏറ്റവും വിലപിടിപ്പുള്ള IDSAയിലും ഫിക്കിയിലും അംഗത്വമുള്ള ഒരു കമ്പനിയാണ് IMC. ഇന്ത്യയിലെ ജനങ്ങൾക്ക് IMC ഓഫർ ചെയ്യുന്നത് വലിയ ഒരു ബിസിനസ് അവസരമാണ്. ഈ ബിസിനസ് ചെയ്യുവാൻ നിക്ഷേപമോ മുൻപരിചയമോ അക്കാദമിക് വിദ്യാഭ്യാസമോ ആവശ്യമില്ല. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പഠനമോ ജോലിയോ ബിസിനസ്സോ നിർത്തേണ്ടതില്ല. പാർട്ട് ടൈമായും ഓരോ വ്യക്തിയുടെ ഒഴിവിനനുസരിച്ചും ഈ ബിസിനസ് ചെയ്യാവുന്നതാണ്. ഇപ്രകാരം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഏതൊരു സ്വപ്നത്തെയും സാക്ഷാത്കരിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് IMC ബിസിനസ് തുടങ്ങുവാൻ ആകെ വേണ്ടത് ഒരു കമ്മിറ്റ്മെൻറ്റ് മാത്രമാണ്. അതായത് നിങ്ങൾ നിങ്ങളുടെ നിത്യ ഉപയോഗ സാധനങ്ങളുടെ ബ്രാൻഡ് IMC ബ്രാൻഡിലേക്ക് മാറുക. IMC നിങ്ങൾക്ക് 8 കാറ്റഗറിയിലുള്ള ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുവാൻ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. സ്കിൻ കെയർ, പേഴ്സണൽ കെയർ, ബേബി കെയർ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ, ഫുഡ് ആൻഡ് ബെവറേജ്, ഹോം കെയർ, മെർച്ചൻഡൈസ്, അഗ്രികൾച്ചർ ആൻഡ് വെറ്റിനറി എന്നിവയാണത്. നിങ്ങൾ ബ്രാൻഡ് ചേഞ്ച് ചെയ്താൽ IMC നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ക്യാഷ് ബാക്ക് സിസ്റ്റമാണ്. ആദ്യത്തെ ക്യാഷ് ബാക്കായി 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ IMCയിൽ നിന്ന് നടത്തുന്ന എല്ലാ ഓർഡേഴ്സിനും പോയിൻറ്സുകളും സമ്പാദിക്കാം. ഇപ്രകാരം ലഭിക്കുന്ന പോയിൻറ്സിനെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു റിവാർഡ് പ്രോഗ്രാമും കമ്പനി തരുന്നുണ്ട്. 350 പരം ഉൽപ്പന്നങ്ങൾ വിപണനം നടത്തുന്ന IMCയിൽ നിത്യ ഉപയോഗത്തിനായി ഉപയോഗിക്കുന്ന ഏതാനും ചില ഉൽപ്പന്നങ്ങളാണ് ഇവ. ഇതിൽ DP എന്ന് പറയുന്നത് നമുക്ക് ലഭിക്കുന്ന ഡിസ്കൗണ്ട് വിലയെയും BV എന്നത് പോയിൻറ്സിനെയും സൂചിപ്പിക്കുന്നു. ഇതിൽ പേസ്റ്റ് മുതൽ കുക്കീസ് വരെയുള്ള ഉൽപ്പന്നങ്ങളിൽ ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വേണ്ടതായ ഉൽപ്പന്നങ്ങൾ ഒന്നിച്ചോ പല തവണയായോ 1001 BVയുടെ ഉൽപ്പന്നങ്ങൾ ആദ്യത്തെ മാസം വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാം. IMCയുടെ റിവാർഡ് പ്രോഗ്രാം അനുസരിച്ച് 1001 BVക്ക് ആദ്യ മാസം തന്നെ അതിൻ്റെ 10% ക്യാഷ് ബാക്കായി 100 രൂപ ലഭിക്കും. രണ്ടാമത്തെ മാസം നിങ്ങൾ നടത്തുന്ന 1000 BVയുടെ റീപർച്ചേസും ആദ്യ മാസത്തെ 1001 BVയുടെ കൂടെയും കൂട്ടി നിങ്ങളുടെ BV അക്കൗണ്ടിലേക്ക് ചേർക്കുന്നു. ഇപ്രകാരം നിങ്ങൾ നിങ്ങളുടെ BV അക്കൗണ്ടിൽ 2000-ലധികം പോയിൻറ്സ് സമ്പാദിച്ചിരിക്കുന്നു. നിങ്ങൾ ഇതുവരെ സമ്പാദിച്ച പോയിൻറ്സുകളും വരാൻ പോകുന്ന മാസങ്ങളിലെ പർച്ചേസ് പോയിൻറ്സുകളും ചേർത്ത് നിങ്ങളുടെ പോയിൻറ്സ് 7500-ൽ അധികമാവുമ്പോൾ നിങ്ങളുടെ ക്യാഷ് ബാക്ക് 20% ആകുന്നു. 25000-ലധികമാവുമ്പോൾ 25%, 75000-ലധികമാവുമ്പോൾ 30%, 15000-ലധികമാവുമ്പോൾ 35% ക്യാഷ് ബാക്ക് ക്രമേണ കൂടിക്കൂടി വരുന്നു. നമ്മുടെ പോയിൻറ്സുകളും ക്യാഷ് ബാക്കും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കമ്പനി ഒരു എളുപ്പവഴിയും നമുക്ക് നൽകുന്നുണ്ട്. നിങ്ങളാൽ കഴിയുന്ന അത്രയും ആളുകൾക്ക് ബ്രാൻഡ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് പറഞ്ഞു കൊടുക്കുക. ഉദാഹരണമായി മിസ്റ്റർ ജോ തൻ്റെ ബിസിനസ്സിൻ്റെ ആദ്യ മാസം നടത്തിയ 1000 BVയുടെ 10% ക്യാഷ് ബാക്കായ 100 രൂപ വരുമാനം നേടിയിരിക്കുന്നു. രണ്ടാമത്തെ മാസം ജോയുടെ കൂടെ 9 പേർ ബ്രാൻഡ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ജോയ്ക്ക് 9000 പോയിൻറ്സ് അധികമായി ലഭിച്ചു. ജോ ആദ്യ മാസം താൻ വ്യക്തിപരമായി വാങ്ങിയ 1000 പോയിൻറ്സും പുതിയ 9 പേരുടെ 9000 പോയിൻറ്സും ചേർത്ത് 10000 പോയിൻറ്സ് സമ്പാദിച്ചിരിക്കുന്നു. അതിൻ്റെ കൂടെ രണ്ടാമത്തെ മാസം ജോ തൻ്റേതായി 1000 പോയിൻറ്സിൻ്റെ റീപർച്ചേസും ചെയ്തിരിക്കുന്നു. അങ്ങനെ ജോ നേടിയ മൊത്തം 11000 പോയിൻറ്സ് എന്നത് റിവാർഡ് പ്രോഗ്രാമിലെ 7501 പോയിൻറ്സിനെ മറികടന്നതിനാൽ ജോയുടെ ക്യാഷ് ബാക്ക് 20%-മായി വർദ്ധിച്ചിരിക്കുന്നു. ആയതിനാൽ ജോയുടെ 1000 പോയിൻറ്സിൻ്റെ റീപർച്ചേസിൽ നിന്ന് ജോയ്ക്ക് 200 രൂപ ക്യാഷ് ബാക്കും പുതിയ 9 പേർ 10%-നും അർഹരായതിനാൽ അവരുടെ മൊത്തം പർച്ചേസ് പോയിൻറ്സ് ആയ 9000-ൻ്റെ 10% തുകയായ 900 രൂപയും ക്യാഷ് ബാക്കായി ലഭിക്കുന്നു. അപ്രകാരം ജോയുടെ രണ്ടാമത്തെ മാസത്തെ വരുമാനം 900 പ്ലസ് 200 സമം 1100 രൂപയാണ്. മൂന്നാമത്തെ മാസം 81 പുതിയ ആളുകൾ ബ്രാൻഡ് ചേഞ്ച് ചെയ്തപ്പോൾ 81000 പുതിയ പോയിൻറ്സും രണ്ടാമത്തെ മാസം ബ്രാൻഡ് ചേഞ്ച് ചെയ്ത 9 പേരുടെയും ജോയുടെയും 1000 പോയിൻറ്സ് വീതം റീപർച്ചേസും ചേർത്ത് 91000 പുതിയ പോയിൻറ്സ് നേടിയ ജോയ്ക്ക് റിവാർഡ് പ്രോഗ്രാം പ്രകാരമുള്ള 75001 എന്ന പോയിൻറ്സ് സ്ലാബിലേക്ക് മറികടന്നതിനാൽ 30% ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. ജോയുടെ വ്യക്തിപരമായ പർച്ചേസിൻ്റെ 30% ക്യാഷ് ബാക്കായ 300 രൂപയും തൻ്റെ ആദ്യ ഗ്രൂപ്പിലുള്ള 9 പേരുടെയും ബാക്കിയുള്ളവരുടെയും പോയിൻറ്സായ 90000 പോയിൻറ്സിൻ്റെ 10% തുകയായ 9000 രൂപയും ജോയ്ക്ക് കമ്മീഷനായി ലഭിച്ചിരിക്കുന്നു. അങ്ങനെ മൊത്തമായി ജോയ്ക്ക് 9300 രൂപ വരുമാനം ലഭിച്ചിരിക്കുന്നു. നാലാമത്തെ മാസം എല്ലാവരും ചേർന്ന് 350 പുതിയ ആളുകൾ ബ്രാൻഡ് ചേഞ്ച് ചെയ്യുക
മുൻ അംഗങ്ങൾ അവർക്ക് വേണ്ട റീപർച്ചേസ് ചെയ്യുകയും ചെയ്തപ്പോൾ ജോ ക്വാളിഫൈഡ് സൂപ്പർ സ്റ്റാർ എന്ന പദവിയിലെത്തുകയും ജോയുടെ ഏറ്റവും കുറഞ്ഞ വരുമാനം 22,050 രൂപയും ആയിരിക്കുന്നു. ഇപ്രകാരം ക്വാളിഫൈഡ് സൂപ്പർ സ്റ്റാറുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ജോയ്ക്ക് 17% വരെ സ്പെഷ്യൽ ഇൻസെൻറ്റീവുകളും 10% വിവിധ ഫണ്ടുകളും 15% ലീഡർഷിപ്പ് ബോണസും ലഭിച്ചിരിക്കുന്നു. ഇവയെല്ലാം തന്നെ കണക്കാക്കുന്നത് കമ്പനിയുടെ അതത് മാസത്തെ ടേൺ ഓവറിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇതുകൂടാതെ 5% ആനുവൽ ബോണസിനും ജോ അർഹനായിരിക്കുന്നു. ഈ വരുമാനമെല്ലാം നേടാൻ ജോ ചെയ്തത് 3 കാര്യങ്ങൾ മാത്രമാണ്. കമ്പനിയുടെ ലോകോത്തര ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു, അനുഭവിച്ചിരിക്കുന്നു, ഷെയർ ചെയ്തിരിക്കുന്നു എന്നിവയാണത്. IMC ബിസിനസ് ചെയ്ത് വിജയിച്ച മിസ്റ്റർ പ്രേംകുമാർ എന്ന വ്യക്തിയുടെ 2019-2020 വർഷത്തിലെ ഇൻകമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ മൊത്ത വരുമാനം 3 കോടി രൂപയ്ക്ക് അടുത്ത് ആണ് എന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. കേരളത്തിലെ ഏറ്റവും മികച്ച MLM ലീഗൽ എക്സ്പെർട്ടായ അഡ്വക്കേറ്റ് ആന്റണി സെബാസ്റ്റ്യനാണ് ഇദ്ദേഹം. കേരളത്തിലെ അറിയപ്പെടുന്ന വിവിധ കമ്പനികളിലെ ലീഡേഴ്സിൻ്റെ ലീഗൽ അഡ്വൈസർ കൂടിയാണ് ഇദ്ദേഹം. കോഴിക്കോട് നിവാസിയായ ഇദ്ദേഹമാണ് IMCയുടെയും കേരളത്തിലെ ലീഗൽ അഡ്വൈസർ എന്നും സന്തോഷപൂർവ്വം അറിയിക്കട്ടെ. നിയമപരമായ എന്ത് സംശയത്തിനും നമുക്ക് ഇദ്ദേഹത്തിൻ്റെ സേവനം ഉപയോഗപ്പെടുത്താം. ജോയുടെ കഥ ക്ഷമാപൂർവ്വം കേൾക്കാൻ നിങ്ങളെടുത്ത സമയത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. IMCയെക്കുറിച്ചോ ഈ വ്യവസായത്തെക്കുറിച്ചോ നിങ്ങൾക്കുള്ളതായ എല്ലാ സംശയങ്ങളും കേൾക്കുവാനും സംസാരിക്കുവാനും നിങ്ങൾക്ക് 9946857550 എന്ന എൻ്റെ നമ്പറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത വ്യക്തിയെയോ നിങ്ങൾ ബന്ധപ്പെടുമല്ലോ. സർവശക്തനായ പ്രപഞ്ചനാഥനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.